Hi, I am Rogers Juice, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 180 minutes കൊണ്ട് 180 questions ടൈം മാനേജ് ചെയ്ത് എഴുതാനുള്ള ഒരു ട്രിക്കാണ് നാം ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നാം ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ സെക്ടറിലെ ഒരു എക്സാമിനേഷനാണ് നീറ്റ് എക്സാമിനേഷൻ. നീറ്റ് എക്സാമിനേഷൻ ത്രൂ നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന കോഴ്സുകൾ ധാരാളമാണ്, ക്യാമ്പസുകൾ ധാരാളമാണ്. ഈ 3 മണിക്കൂർ സമയത്തെ നാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? പരീക്ഷാ ഹാളിലോട്ട് കയറുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ നെയിം എന്തുമാകട്ടെ, പക്ഷേ ആ 3 അവേഴ്സിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ നെയിമിനോടൊപ്പം അവരാഗ്രഹിക്കുന്ന ഡോക്ടർ എന്ന ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ എന്ന ഡെസിഗ്നേഷൻ എന്തുമാവട്ടെ, ഇത് നേടിയെടുക്കാനുള്ള ആ 3 അവേഴ്സിൻ്റെ എക്സാമിനേഷൻ ഹാളിൽ ഞാൻ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ഒരു നീറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ആ 180 ക്വസ്റ്റ്യൻസിൽ 4 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിമ്പിൾ, ആവറേജ്, ടഫ്, വെരി ടഫ്. 4 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ NTA എക്സാമിനേഷൻ ഹാളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുക. ഈ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലോട്ട് ലഭിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, 1 മണിയോടുകൂടി നമ്മൾ എക്സാമിനേഷൻ സെന്ററിലേക്ക് എത്തുന്നു, എക്സാമിനേഷൻ ഹാളിൽ കയറുന്നു, 2 മണിക്ക് എക്സാം തുടങ്ങുന്നു. അതിനു മുമ്പായി 1:45 ആവുമ്പോൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും OMR ഷീറ്റും ഉൾപ്പെടെയുള്ള എല്ലാം നമ്മുടെ കയ്യിലേക്ക്, ഒരു എക്സാമിനേഷൻ കാൻഡിഡേറ്റിന്റെ കയ്യിലേക്ക് ലഭിക്കുന്നു. 2 മണിക്ക് മുമ്പായിട്ടുള്ള 15 മിനിറ്റ്സ് കൊണ്ട് നാം കംപ്ലീറ്റ് ചെയ്യേണ്ട എല്ലാ പ്രോസസ്സിങ്ങും അവിടെ ചെയ്തു തീർക്കുന്നു. കൃത്യം 2 മണിക്ക് ബെല്ല് വന്നു കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്ത് എക്സാമിനേഷൻ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ 3 അവേഴ്സ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 1 മിനിറ്റ് ലഭിക്കുന്ന ഈ 3 അവേഴ്സ് കൊണ്ട് ഈ സിമ്പിൾ, ആവറേജ്, ടഫ്, വെരി ടഫ് 4 കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസിനെയും എങ്ങനെയാണ് കൃത്യമായി ഓർഡറിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുക? ആ ചെയ്യാനായി നാം ചെയ്യേണ്ട, ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്, എക്സാമിനേഷൻ ഹാളിൽ 4 റൗണ്ടായി തന്നെ എക്സാമിനേഷൻ എഴുതണം. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട്. എന്താണ് ഈ ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് റൗണ്ടിൽ നാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക, സെക്കൻഡ് റൗണ്ടിൽ ആവറേജ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക, തേർഡ് റൗണ്ടിൽ ടഫ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക, ദെൻ ഫോർത്ത് റൗണ്ടിൽ വെരി ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സിമ്പിൾ എവിടെയായിരിക്കും ഉണ്ടാവുക, ആവറേജ് എവിടെയായിരിക്കും, ടഫ് എവിടെയായിരിക്കും, വെരി ടഫ് എവിടെയായിരിക്കും? നാം എങ്ങനെയാണ് ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും റൗണ്ട് കൃത്യമായി പ്രയോജനപ്പെടുത്തേണ്ടത്? അതിനായി ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്, എക്സാമിനേഷൻ തുടങ്ങുന്ന ആദ്യ മൊമെന്റിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നാം റീഡ് ചെയ്യുക. ആ റീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കറിയാമെങ്കിൽ ആ ക്വസ്റ്റ്യനെ എന്ത് വിളിക്കാം? സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കാം. അതായത് എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലാതെ മറ്റൊരാൾക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല. എനിക്കൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ ആൻസർ എനിക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ ക്വസ്റ്റ്യനെ എന്ത് വിളിക്കാം? സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കാം. ആ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരു ഉത്തരം കറക്റ്റായിട്ട് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് അപ്പോൾ തന്നെ OMR ഷീറ്റിൽ അതിൻ്റെ ബബിൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യന് ഒരു ടിക്ക് മാർക്കും കൊടുക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നാം വായിക്കുന്നു, അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യനെ സിമ്പിൾ കാറ്റഗറിയിലേക്ക് നമുക്ക് മാറ്റാം. നമുക്കറിയാം, ഒരു ഉത്തരം ശരിയായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഒരു 15 to 20 സെക്കൻഡ് മാത്രമാണ് നമുക്ക് ആവശ്യമായി വരിക. ഇനി മാക്സിമം ടൈം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്ത് തീർക്കാൻ സാധിക്കും. അങ്ങനെ നമ്പർ 1 എന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരു 30 സെക്കൻഡ് മാക്സിമം എടുത്ത് നാം കംപ്ലീറ്റ് ചെയ്താൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട്, പഠിച്ചതാണ്, ഓർമ്മ വരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നതാണ്, പഠിച്ചതാണ്, ചെയ്തതാണ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നാം ആലോചിച്ചിരിക്കും. ഈ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ടൈം കടന്നു പോകുന്നത് നാം അറിയുക പോലുമില്ല. ഇങ്ങനെയാണ് സാധാരണ വിദ്യാർത്ഥികൾക്കെല്ലാം സമയം പോകുന്നത്. ഒരു നീറ്റ് എക്സാമിനേഷൻ ആവട്ടെ, JEE എക്സാം ആവട്ടെ, കീം എക്സാം ആവട്ടെ, എക്സാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും ആദ്യം പറയാനുള്ളത് സമയം തികഞ്ഞില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കണമെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ, എനിക്കൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടിയില്ല എന്ന് തോന്നൽ
ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ അപ്പം തന്നെ നാം ഡിസിഷൻ മേക്ക് ചെയ്യണം. ഈ ക്വസ്റ്റ്യന് എനിക്ക് ആവറേജ് ആണോ അതോ ടഫ് ആണോ, വെരി ടഫ് ആണോ? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കുറച്ചുകൂടെ ഒന്ന് സമയം എടുത്താൽ, കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ റീഡ് ചെയ്താൽ ആൻസർ കിട്ടും, ഉറപ്പാണ്. ബട്ട് ഐ വാണ്ട് ലിറ്റിൽ മോർ ടൈം, കുറച്ചുകൂടെ സമയം എനിക്ക് വേണം. ഇനി ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മറ്റൊന്നാണ് എൻ്റെ മനസ്സിലേക്ക് ചിന്ത വരിക. ഞാൻ സമയം എടുത്താലും ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാനുള്ള ചാൻസ് 50% ഉള്ളൂ. അപ്പോൾ എനിക്കിതൊരു ഷുവറാണ്, കിട്ടിയേക്കാം, മേ ബി എന്നൊരു പോസിബിലിറ്റി ആണെങ്കിൽ ആ ക്വസ്റ്റ്യനെ നാം ടഫ് എന്ന് വിളിക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് മറ്റൊന്നാണ്, ഒരു ഐഡിയയും കിട്ടുന്നില്ല എങ്കിൽ ആ ക്വസ്റ്റ്യനെ വെരി ടഫ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് ആൻസർ അറിയത്തില്ല അല്ലെങ്കിൽ ഒരു ഡൗട്ട് മനസ്സിലേക്ക് വരുമ്പോൾ ഇത് ഞാൻ ആവറേജ് കാറ്റഗറിയിൽ മാറ്റണമോ അതോ ടഫ് കാറ്റഗറി മാറ്റണമോ അതോ വെരി ടഫ് കാറ്റഗറിയിലേക്ക് മാറ്റണമോ എന്ന് ചിന്തിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള ഓരോ സിമ്പലുകൾ, ആവറേജ് ആണെങ്കിൽ അതിനൊരു സിമ്പൽ, ടഫ് ആണെങ്കിൽ അതിനൊരു സിമ്പൽ, വെരി ടഫ് ആണെങ്കിൽ അതിനൊരു സിമ്പൽ കൊടുത്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വായിക്കുക, അറിയാമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യുക, ടിക്ക് ചെയ്യുക, OMR ഷീറ്റിൽ ഫില്ല് ചെയ്യുക. ഒരു ഉത്തരം ശരിയായിട്ട് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാം ആൻസർ എഴുതി വെച്ചതിന് ശേഷം അവസാനം ഇത് ഫില്ല് ചെയ്യാമെന്ന് പെൻഡിങ് ആരും വെക്കാതിരിക്കുക. കാരണം നമുക്കറിയാം എക്സാമിനേഷൻ എഴുതി വരുന്ന സമയത്ത് ഇൻ കേസ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമയം തികയാത്ത ബുദ്ധിമുട്ടുണ്ടായാൽ അവസാനം ബെല്ലടിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ഇതൊന്നും OMRലോട്ട് ഫില്ല് ചെയ്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. ആ സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഷീറ്റുകൾ മറിച്ചു നോക്കി ആൻസറുകൾ OMRലേക്ക് നാം പെട്ടെന്ന് സ്പീഡിൽ എടുത്തെഴുതുമ്പോൾ പല കുട്ടികൾക്കും ബബിളുകൾ മാറി ചെയ്യുന്ന ഒരു തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് ടെൻഷൻ ഉണ്ടാക്കാനും നമ്മുടെ ആൻസറിനെ മൈനസ് ആക്കി മാറ്റാനും ഒക്കെ ഇടവരുത്തും. അതുകൊണ്ട് ഒരു ശരി ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ മൊമെന്റിൽ തന്നെ ആൻസർ OMR ഷീറ്റിലേക്ക് കൃത്യമായി ബബിള് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 to 180 ക്വസ്റ്റ്യൻസും 30 സെക്കൻഡ് വീതം എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കറിയാം 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ എക്സാം തീർക്കാം. അതായത് 2 മണിക്ക് എക്സാം തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥി 3:30 ആവുമ്പോൾ 180 ക്വസ്റ്റ്യൻസും അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഫസ്റ്റ് റൗണ്ട് വായിച്ചു തീർത്തിരിക്കും. ഈ സമയത്ത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിൾ എല്ലാം നാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. അറിയാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ആവറേജിലോട്ടോ ടഫിലോട്ടോ വെരി ടഫിലോട്ടോ കാറ്റഗറൈസ് ചെയ്ത് സിമ്പിൾ നാം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം? 3:30 ഓൺവേർഡ്സ് ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് റൗണ്ടിൽ ആവറേജിന്റെ സിമ്പിള് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം തെരഞ്ഞെടുത്ത് ആൻസർ ചെയ്യാം. നമുക്കറിയാം അതെല്ലാം 100% ഷുവർ സമയം കുറച്ചെടുത്താൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് നാം ആവറേജിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 30 സെക്കൻഡിന് പകരം 1 മിനിറ്റ് ഒക്കെ സമയമെടുത്ത് കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ച് ആ ക്വസ്റ്റ്യൻസിനെയൊക്കെ ആൻസർ ആക്കി ബബിളുകൾ ഫില്ല് ചെയ്യുക. ഇനി ലാസ്റ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമുക്ക് സമയമുണ്ടെങ്കിൽ തേർഡ് റൗണ്ടിൽ ടഫ് ക്വസ്റ്റ്യൻസ് നോക്കുക. ടഫ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം 50% പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസിനെയാണ് നാം അവിടെ ഇട്ടിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് വീണ്ടും ഒന്ന് ആലോചിച്ച് കുറച്ചുകൂടെ സമയമെടുത്ത് കൃത്യമായിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, ഫോർത്ത് റൗണ്ട് എന്നുള്ള രീതിയിൽ സിമ്പിൾ, ആവറേജ്, ടഫ്, വെരി ടഫ് എന്നുള്ള കാറ്റഗറി ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് 720ൽ 720യും സ്കോർ ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മുടെ മൈനസ് മാർക്കുകൾ ഒഴിവാക്കിക്കൊണ്ട്, മൈനസ് മാർക്ക് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുക 20 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയിൽ 1 to 720 എന്ന മാർക്കുകളാണുള്ളത്. ഒരേ മാർക്ക് തന്നെയായിരിക്കും ധാരാളം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. ഒരു മൈനസ് മാർക്ക് മീൻസ് ധാരാളം കുട്ടികളുടെ റാങ്കിൽ ആയിരിക്കും പിന്നിലേക്ക് നമ്മൾ തള്ളപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു മൈനസ് പോലും വരാതെ മാർക്ക് സ്കോർ ചെയ്യാൻ, കൃത്യമായി ടൈം മാനേജ് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളും ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ പരീക്ഷകളും എഴുതിക്കൊണ്ട് ഈ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് ഇതേ സിസ്റ്റത്തിലൂടെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതേപോലൊരു സിസ്റ്റത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ആൽഫയിലെ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം 720ൽ 710 മാർക്ക് മേടിച്ചുകൊണ്ട് ഏറ്റവും നല്ല വിജയവും നേടി എയിംസിന്റെ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കുക, ആ 3 hours ടൈമിനെ നമ്മുടെ എത്ര കണ്ട് അറിവുണ്ടെങ്കിലും ആ അറിവിനെ ടൈം മാനേജ് ചെയ്ത് എക്സാമിനേഷൻ എഴുതുന്നില്ലെങ്കിൽ നാം അത്രയും നാളും പഠിച്ച, നാം നേടാൻ ആഗ്രഹിച്ച മികച്ച ക്യാമ്പസുകൾ നമ്മിൽ നിന്നും തെന്നി മാറുന്ന ഒരവസ്ഥയിലേക്കാക്കി എത്തുക. എക്സാമിനേഷൻ ഹാളിൽ വിദ്യാർത്ഥിക്ക് ടെൻഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കത്തക്ക രീതിയിൽ കൃത്യമായി ടൈം മാനേജ് ചെയ്യാൻ
കൃത്യമായി ടൈം മാനേജ് ചെയ്തുകൊണ്ട് നല്ല കോൺഫിഡൻസോടെ എക്സാമിനേഷൻ എഴുതാൻ എല്ലാ വിദ്യാർത്ഥികളും സാധിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല വിജയം നേടാനും സാധിക്കട്ടെ എന്ന ആശംസയോടെ ആൽഫ അക്കാഡമിയിൽ നിന്നും